ലോകത്ത് ഏറ്റവും അധികം കെട്ടുകഥകൾക്ക് വിഷയമായ ഒരു പ്രതിഭാസമാണ് ബെർമുഡ ട്രയാങ്കിൾ. പലരും പല രീതിയിലുള്ള അനുമാനങ്ങളാണ് ഇതിനെക്കുറിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷെ ഒന്നിനും തന്നെ യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയമായ തെളിവുകളും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല കഥകളും കേൾക്കുമ്പോൾ ഇതിൽ സത്യമേത് മിഥ്യയേത് എന്നൊരു കൺഫ്യൂഷൻ തന്നെ ഉണ്ടാകാറുണ്ട്. വെൽക്കം ടു മോഷൻ ബുക്ക് ഇൻഫോടെക്. ഇതിനെപ്പറ്റിയൊക്കെയുള്ള കുറച്ച് രസകരമായ കുറച്ച് സ്റ്റോറീസ് നമുക്ക് നോക്കാം. പലരും ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതയ്ക്ക് കാരണം അന്യഗ്രഹ ജീവികളാണെന്നാണ് പറയുന്നത്. ഇതുവഴി പോകുന്ന കപ്പലിനെയും വിമാനത്തിനെയും ഒക്കെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണല്ലേ. മറ്റൊരു സ്റ്റോറിയാണ് ദ ലോസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന അറ്റ്ലാന്റിയ എന്ന നഗരത്തെക്കുറിച്ചുള്ള കഥകൾ. അറ്റ്ലാന്റിയ എന്ന നഗരം ഈ ഒരു സമുദ്രഭാഗത്തിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അറ്റ്ലാന്റിയ എന്ന നഗരത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ ക്രിസ്റ്റലുകളാണ് ഈ ഒരു പ്രതിഭാസത്തിലെ ഈ ഒരു ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്നുമാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ ബഹമസ് തീരത്തിനടുത്തുള്ള സമുദ്രത്തിനടിയിൽ കാണപ്പെടുന്ന കല്ലുകൊണ്ടുള്ള ഒരു വഴി ഈ ഒരു അറ്റ്ലാന്റിയ എന്ന നഗരത്തിലേക്കുള്ള വഴിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അജ്ഞാതവും അനിർവചനീയവുമായ നിഗൂഢ ശക്തികളാണ് ബെർമുഡ ട്രയാങ്കിളിന് സമീപത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത് ഇതുപോലുള്ള ഇനിയും ധാരാളം കെട്ടുകഥകൾ ആളുകൾ മെനഞ്ഞെടുക്കാറുമുണ്ട്. ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും ഗവേഷകർ അന്വേഷണം ഊർജിതമാക്കും. കടലിന്റെ സ്വഭാവം, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൊടുങ്കാറ്റ്, കടലിനടിയിലെ കാന്തിക ശക്തി, നീർച്ചുഴികൾ ഇവ പലതും പല കാരണങ്ങളായി പറയുന്നുണ്ട്. അപകടങ്ങളിൽ പലതും നടന്നിട്ടുള്ളത് 20-ാം നൂറ്റാണ്ടിന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതിയിൽ ആ ഒരു സമയത്തൊക്കെയാണ്. ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്യാധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളോ ഉപഗ്രഹ സാങ്കേതിക വിദ്യകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല അന്വേഷണങ്ങളും പാതി വഴിയിൽ നിന്ന് പോവുകയോ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കടൽ പ്രദേശം ഇല്ല എന്നാണ് അമേരിക്കൻ നേവിയുടെ വാദം. US ജോഗ്രഫിക് ബോർഡിന്റെ ഔദ്യോഗിക മാപ്പുകളിൽ ഒന്നും തന്നെ ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടില്ല. ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്താൽ ബെർമുഡ ട്രയാങ്കിളിന്റെ പിന്നിലുള്ള നിഗൂഢ രഹസ്യം തെളിയിക്കാൻ ശാസ്ത്രലോകം ഇന്നും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തിരഹിത വാദങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മുന്നിൽ മുട്ടുകുത്താൻ ഇന്നും നമ്മുടെ ശാസ്ത്രലോകം തയ്യാറായിട്ടില്ല. ബെർമുഡ മേഖലയിൽ കാന്തിക ശക്തി കൂടുതലായതിനാൽ അത് വസ്തുക്കളെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് ഒരു തരത്തിലുള്ള വാദം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ചുഴലിക്കാറ്റോ കൂടുതലായിട്ടുള്ള കാന്തിക ശക്തി ഉള്ളതുകൊണ്ടോ കപ്പലുകളും വിമാനങ്ങളും അപകടപ്പെടുന്നതാകാം. അത് ഒരു തരത്തിലുള്ള വാദം. എന്നാൽ വെള്ളത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീഥേൻ ഹൈഡ്രേറ്റ് വാതകത്തിന്റെ സാന്നിധ്യവും ഈ ഒരു നിഗൂഢതയ്ക്ക് പിന്നിലുള്ള രഹസ്യമായിരിക്കാം എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വാതകങ്ങളുടെ സമുദ്ര ഉപരിതലത്തോട് ചേർന്നുള്ള സ്ഫോടനം കപ്പലിനു ചുറ്റും വെള്ളം അതിവേഗത്തിൽ വൻതോതിൽ പതഞ്ഞു പൊങ്ങുന്നതിന് കാരണമാകുന്നു. ഈ ഒരു പ്രതിഭാസം കപ്പൽ അപകടത്തിൽപ്പെടാൻ കാരണമാക്കാറുണ്ട്. അതുപോലെ തന്നെ മീഥേൻ വാതകത്തിന് കപ്പലിന്റെ എഞ്ചിനെ കേടുവരുത്താനുള്ള ശക്തിയുണ്ടെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. അതുപോലെ വൻതോതിലുള്ള സമുദ്ര ഗതാഗതവും ഗൾഫ് സ്ട്രീം എന്നറിയപ്പെടുന്ന അതിശക്തമായ അടിയൊഴുക്കും പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രതികൂലമായ കാലാവസ്ഥയും എല്ലാം തന്നെ കപ്പലോ വിമാനമോ അപകടത്തിൽപ്പെട്ടാൽ ഒരു തുമ്പ് പോലും ശേഷിക്കാതെ അപ്രത്യക്ഷമാക്കാൻ കാരണങ്ങളാകുന്നുവെന്ന് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു. ഈ ഒരു പ്രദേശത്ത് ഷഡ്ഭുജ മേഘങ്ങൾ രൂപപ്പെടാറുണ്ടെന്നും ഇത് അതിതീവ്രമായ കൊടുങ്കാറ്റ് ഉണ്ടാക്കാറുണ്ടെന്നും ഈ ഒരു കൊടുങ്കാറ്റിന്റെ ഫലമായി വലിയ തിരമാലകൾ ഉണ്ടാകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് ശാസ്ത്രലോകത്തിന്റെ മറ്റൊരു അഭിപ്രായമാണ്. ശാസ്ത്രത്തിന്റെ അതിര് കടന്നുള്ള ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോഴും ആ ഒരു പ്രദേശത്തിന്റെ ദുരൂഹത ഏറുവാൻ കാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ രസകരമായ കഥകൾ. 1947 ജൂൺ 5 ഈ ഒരു പ്രദേശത്ത് കെന്നത്ത് അർണോൾഡ് എന്ന പൈലറ്റ് പറക്കും തളികകളെ കണ്ടു എന്ന് പറഞ്ഞത് ഈ ഒരു പ്രദേശം ഏലിയൻ ഗേറ്റ് വേ ആണെന്നുള്ള വാദത്തിന് ബലമേകുന്നു. ബെർമുഡ ട്രയാങ്കിളിന്റെ സമീപത്തായി ഈയിടെ കണ്ടെത്തിയ കൂറ്റൻ പിരമിഡാണ് പുതിയ വിസ്മയം. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ താഴെയായി 800 മീറ്റർ നീളവും 200 മീറ്റർ ഉയരവുമാണ് ഈ ഒരു പിരമിഡിനുള്ളത്. ഈ ഒരു പിരമിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തർക്കങ്ങൾ നടക്കുന്നുവെങ്കിലും പുതിയതായി 2 പിരമിഡുകൾ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡുകളെക്കാൾ വലിപ്പമുള്ള പിരമിഡുകളാണ് ഈ പുതിയ 2 പിരമിഡുകൾ എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഈ 2 പിരമിഡിന്റെ മുകളിലായി വലിയ ദ്വാരങ്ങളുണ്ട്.
അതിൽ തന്നെ രണ്ടാമത്തെ പിരമിഡിന്റെ മുകളിലെ ദ്വാരത്തിലൂടെ സമുദ്രജലം വളരെ ശക്തമായി ഒഴുകുകയും ഇത് സമുദ്രനിരപ്പിൽ നുരയും പതയും ഉണ്ടാക്കാൻ കാരണമാകുന്നുവെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിലുള്ള പിരമിഡുകൾ തന്നെയാണ് ബെർമുഡയുടെയും പ്യൂട്ടോറിക്കയുടെയും ഫ്ലോറിഡയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നൊരു തർക്കം ഇന്നും ശാസ്ത്രലോകത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പിരമിഡുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് കോസ്മിക് രശ്മികളെ ആഗിരണം ചെയ്യാനും സമീപത്തേക്ക് ആകർഷിക്കാനുമുള്ള കഴിവുകളുണ്ട്. ഈ ഒരു നിഗൂഢമായ സംഭവം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ബെർമുഡ ട്രയാങ്കിളിന് പിറകിലുള്ള നിഗൂഢ രഹസ്യം. ഈയിടെ സൈബീരിയൻ ഭാഗത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ നിഗൂഢ ഗർത്തങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കാര്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് ചിലപ്പോൾ ബെർമുഡ ട്രയാങ്കിളിന് പിന്നിലുള്ള നിഗൂഢതയുടെ ചുരുളഴിക്കാൻ തന്നെ കാരണമായേക്കാം. ഭൂമിക്കടിയിലുണ്ടാകുന്ന വാതക സ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ് സൈബീരിയൻ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഗർത്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ അനുമാനം. ഭൗമോപരിതലത്തിലുണ്ടാകുന്ന ചൂട് കൂടാതെ കുറച്ച് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഭൗമാന്തര ഭാഗത്തുണ്ടാകുന്ന ചൂടും കാരണം വാതക സംയുക്തങ്ങൾ വൻതോതിൽ പുറത്തേക്ക് തള്ളപ്പെടുന്നു എന്നാണ് ത്രോഫിമുക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ഗ്യാസ് ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് അഭിപ്രായപ്പെടുന്നത്. ഈ വാതകങ്ങൾ ഐസ് പോലുള്ള ജലരൂപത്തിലാണുള്ളത്. മീഥേൻ വാതക തന്മാത്രകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇത് വടക്കൻ സൈബീരിയ പോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് എങ്കിലും ലോകത്ത് ചില ഭാഗത്ത് സമുദ്രത്തിനടിയിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഈ പഠനത്തിന്റെ ഏറ്റവും മുഖ്യ ഘടകം ഈ ഒരു വാതക സംയുക്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് ശാസ്ത്രജ്ഞൻ വ്ളാഡിമർ പോദിപ്പോ പറയുന്നത്. ഉപദ്വീപിൽ ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള പാളികളിലും ഉപരിതലത്തോട് ചേർന്നുള്ള പാളികളിലും ഇത്തരത്തിലുള്ള വാതക സംയുക്തങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് ഭൗമാന്തര പാളികൾ ലോപിക്കുന്നിടത്താണ്. അതുപോലെ തന്നെ ഈ ഒരു കുറച്ചു കാലങ്ങളായി നമ്മുടെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ ചൂട്, അതിശക്തമായ വേനൽ കാരണം ഭൗമോപരിതലത്തിന് തൊട്ട് താഴെയുള്ള പാളികളിലെ വാതകങ്ങൾ ഉരുകാൻ കാരണമായിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഈ ഒരു ഗർത്തങ്ങളെ കുറിച്ചുള്ള പല പല കണ്ടെത്തലുകളും ബെർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയുടെ ചുരുളഴിക്കുമോ എന്ന് നമുക്ക് നോക്കാം. വാതക സംയുക്തങ്ങളുടെ പ്രതികരണത്തിന്റെ അനന്തരഫലമായിട്ടാണ് ബെർമുഡ ട്രയാങ്കിൾ രൂപാന്തരപ്പെടുന്നത് എന്നൊരു വാദം കൂടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ത്രോഫിമുക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപമേധാവിയായ റഷ്യൻ ശാസ്ത്രജ്ഞൻ ഇഗോർ യെൽസോവ് പറയുന്നതനുസരിച്ച് ഈ ഒരു ഭാഗത്ത് മീഥേൻ ഐസ് വാതക രൂപത്തിലാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് വലിയൊരു ഹിമപാതത്തെ പോലെയോ അല്ലെങ്കിൽ വലിയൊരു ആണവ സ്ഫോടനത്തെയോ പോലെ ആകാം. ഈ ഒരു സമയത്ത് ഈ ഒരു പ്രദേശത്തിലെ അന്തരീക്ഷം കംപ്ലീറ്റ് ആയിട്ട് മീഥേൻ മുഖരിതമാവുകയും ഇത് അന്തരീക്ഷത്തെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസമാകാം ചിലപ്പോൾ അതുവഴി പോകുന്ന കപ്പലിനെയും വിമാനത്തെയും ഒക്കെ അപകടത്തിൽപ്പെടുത്തുന്നത് എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആർക്കും പിടികൊടുക്കാതെ ബെർമുഡ ട്രയാങ്കിൾ എന്ന നിഗൂഢ രഹസ്യം ഇന്നും നമ്മുടെ ലോകത്ത് നിലനിൽക്കുകയാണ്. ഏകദേശം 50-ലധികം കപ്പലുകളും 20-ലേറെ വിമാനങ്ങളുമാണ് ഒരു പൊടി പോലും ബാക്കി വയ്ക്കാതെ ആ ഒരു പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇന്നും നമുക്ക് അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ യാതൊന്നും തന്നെ തെളിവോടുകൂടി കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അത്ഭുതമുളവാക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.